ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ്. ഇതിനകത്ത് രുദ്രാക്ഷമാണ്. ഇതിൽ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പ് വെച്ച് പൊട്ടിക്കാൻ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാം. ഇത് എവിടെ നിന്നെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഈശ ഫൗണ്ടേഷൻ നമ്മൾ പടം കാണിച്ചു തരാം. ഈ ശിവവിഗ്രഹം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണെന്ന്. അവിടെ നിന്ന് ശിവരാത്രി പ്രമാണിച്ച് സദ്ഗുരു ജഗ്ഗി വസുദേവ് എന്ന് പറഞ്ഞൊരു സ്വാമിജി അവിടെ ശിവരാത്രി പ്രമാണിച്ച് എല്ലാവർക്കും ലോകമെമ്പാടുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് രുദ്രാക്ഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശിവരാത്രി സമയത്ത് നിങ്ങൾ രുദ്രാക്ഷ ദീക്ഷ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കും ഇതുപോലെ രുദ്രാക്ഷം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൈറ്റ് ക്ലോസ്ഡ് ആണ്, രജിസ്ട്രേഷൻ എല്ലാം ക്ലോസ്ഡ് ആണ്. കാരണം അടുത്ത ശിവരാത്രി സമയം ആകുമ്പോഴേ ആ സൈറ്റ് വീണ്ടും ഓപ്പൺ ആവുള്ളൂ. ഓപ്പൺ ആവുന്ന സമയത്ത് അതിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഫില്ല് ചെയ്ത് നിങ്ങളുടെ പേര് അഡ്രസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത 3-4 മാസം എടുക്കും വരാൻ. കുറച്ച് ലേറ്റ് ആണ്, എന്നാലും സംഭവം കിട്ടും, അത് ഉറപ്പാണ്. എന്റെ ഫ്രണ്ട്സ് എല്ലാം ഓർഡർ ചെയ്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രൂഫാണ്, ഫ്രീ ആയിട്ടാണ് രണ്ട് രുദ്രാക്ഷം. അതൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക, ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. കാരണം ഇപ്പം അത് രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആണ്. അടുത്ത ശിവരാത്രി സമയം ആകുമ്പോഴേ അതുവരെയുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ കമന്റ് ഇടുകയാണെങ്കിൽ ആ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് അതുവഴി കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. എല്ലാ ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, അങ്ങനെ എല്ലാ ലാംഗ്വേജസിലുള്ള ഒരു യൂസർ മാനുവൽ. അതുപോലെ ഇതെന്ന് വെച്ചാൽ അവരുടെ സൈറ്റിൽ എന്താ പറയുക, നമുക്ക് ഈ കോഡ് അടിച്ച് നമുക്ക് 10% ഓഫർ കിട്ടും. അതുപോലെ വിഭൂതി ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ഓഫറുണ്ട്. ഇതും അങ്ങനത്തെ എന്തോ സംഭവമാണ്, അതെന്താണെന്ന് അറിയാം. ഇങ്ങനെ എന്തോ ഒരു പരസ്യവും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദിയോഗിയുടെ ഒരു ഫോട്ടോ, ആ സ്റ്റാച്ചുവിൻ്റെ ഒരു ഫോട്ടോ. ദൈവം സഹായിച്ച് എനിക്ക് ഇവിടെ പോകാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഒരു വട്ടമെങ്കിലും ഇവിടെ പോകാൻ ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമാണ്. കോയമ്പത്തൂരും ഉണ്ട്, അതുപോലെ ബാംഗ്ലൂരും ഉണ്ട്. ഇതിൻ്റെ എന്താ പറയുക, ബ്രാഞ്ചല്ല, ആ ഒരു ഫൗണ്ടേഷൻ, ഈശ ഫൗണ്ടേഷൻ എന്നാണ്. ഇത്രയും ഐറ്റമാണ് നമുക്ക് വേറെ ബാക്കി ഇതിൽ കൂടെ കിട്ടുന്നത്. ഗൈസ്, ഫസ്റ്റ് ഒരു പൊതി നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് നൂലുണ്ട്. അതായത് രുദ്രാക്ഷം കെട്ടാനുള്ള ഒരു നൂല് ഒന്നിൽ, അതുപോലെ 2 പാക്കറ്റിലും അത് തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇത് 2 രുദ്രാക്ഷത്തിന് വേണ്ടിയാണ് 2 നൂല്. അപ്പം നിങ്ങൾക്ക് വേറൊരാൾക്കും കൂടി ഇടാം. അത് ഒരു ഫാമിലിയിൽ 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണിത്. ഇത് വിഭൂതി എന്ന് തന്നെ ഭസ്മം. അത് പൊട്ടിച്ച് കാണിച്ചു തരാണെങ്കിൽ കണ്ടില്ലേ, ജസ്റ്റ് ഭസ്മമാണ്. അത് കഴിഞ്ഞ് ഇതിലാണ് രുദ്രാക്ഷം വരുന്നത്. ഒരു പാക്കറ്റിൽ 2 രുദ്രാക്ഷം കാണും. ഇത് നിങ്ങൾക്ക് ആ നൂലിൽ കൊരുത്ത് അതിൽ ഇടേണ്ട ഓരോ രീതികൾ നമ്മൾ ഈ യൂസർ മാനുവലിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. പഞ്ചമുഖ രുദ്രാക്ഷമാണ് ഇത്. ആർക്ക് വേണമെങ്കിലും ധരിക്കാം, ഒരു പ്രായഭേദവും ഇല്ല. അങ്ങനെ എല്ലാവർക്കും ധരിക്കാവുന്ന ഒരു തരം രുദ്രാക്ഷമാണ് പഞ്ചമുഖ രുദ്രാക്ഷം. അപ്പോൾ ഇത്രയും ഐറ്റമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ആ പാക്കിൽ നമുക്ക് വരുന്നത്. അപ്പം ഫ്രീ ആയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ശിവരാത്രി സമയമാകുമ്പോൾ ജസ്റ്റ് രുദ്രാക്ഷ ദീക്ഷ എന്ന് പറഞ്ഞ ആ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്തു. നമ്മൾ മലയാളികൾ ചുമ്മാ ആയിട്ട് അവിടെ ഇല്ലല്ലോ, അങ്ങനെ ചുമ്മാ കിട്ടണില്ല. അങ്ങനെ വാങ്ങിച്ച് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്ത്, അപ്പോൾ അവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് രുദ്രാക്ഷം തന്നെ അവിടുത്തെ ധ്യാനലിംഗത്തിൽ പൂജിച്ച് വരുന്ന രുദ്രാക്ഷമാണ്. അതുപോലെ തന്നെ ആ നൂലില്ല, അതിനെ പറയുന്ന അഭയസൂത്ര എന്നാണ്. അപ്പൊ അതും പൂജിച്ച് വരുന്നതാണ്. ഭസ്മവും അവിടെ ധ്യാനലിംഗം എന്ന് പറയുന്ന ഒരു മെയിൻ സംഭവം. ഈ സ്റ്റാച്ചു അവിടുത്തെ ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമാണ്. അതിന്റെ ഉള്ളിലോട്ട് ക്യാമറകൾ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഒരു പ്രാവശ്യം അവിടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, അന്ന് യൂട്യൂബ് ചാനൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ അവിടെ പോകാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നല്ല അടിപൊളി, നല്ല പീസ്ഫുൾ പ്ലേസ് ആണ്. നമ്മൾ കോയമ്പത്തൂരുണ്ട്, അതുപോലെ ബാംഗ്ലൂരും നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.